ഈ പ്രഭാതത്തില് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്ന വേദഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 11 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഉള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായിട്ടുള്ള ശുശ്രൂഷയുടെ വേലയ്ക്ക് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മിക വർധനയ്ക്കും ആകുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ചു ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിപ്പാനുമുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കും. പ്രൈസ് ലോർഡ്. ഈ തിരുവചന ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നുവല്ലോ. ഇവിടുത്തെ ആ പശ്ചാത്തലം നമുക്ക് അറിയാം. കർത്താവ് തൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് ഏക ശരീരമായിട്ട് യവനന്മാരിൽ നിന്നും യഹൂദന്മാരിൽ നിന്നും അല്ലെങ്കിൽ വിവിധ സാഹചര്യങ്ങളിൽ നിന്നും വിളിച്ചു ചേർത്ത് ഒരു ശരീരമാക്കി തീർത്ത തൻ്റെ സഭയ്ക്ക് കർത്താവ് ദാനങ്ങളെ നൽകി എന്ന് നമ്മൾ വായിക്കുന്നു. ആ ദാനങ്ങള് കൃപയുടെ ദാനങ്ങളാണെന്നും നമ്മൾ കണ്ടു. 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ അത് വായിക്കുന്നു. എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ ദാനത്തിന് അളവിന്, അപ്പൊ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ദൈവസഭ, ആ ദൈവസഭ വീണ്ടും ജനിച്ച ദൈവമക്കളുടെ ആ കൂട്ടം, അവിടെ യഹൂദനുണ്ട്, യമനനുണ്ട്, ജാതിയുണ്ട്, എല്ലാ കാറ്റഗറിയിൽ നിന്നുള്ളവരും ഈ സഭയിലുണ്ട്, അല്ലെങ്കിൽ ഈ ശരീരത്തിലുണ്ട്. ആ ശരീരത്തിന്റെ പുഷ്ടിക്ക് വേണ്ടി, ആ ശരീരത്തിന്റെ ആത്മിക വർധനവിന് വേണ്ടി, ആ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, ആ ശരീരത്തിന് വേണ്ട കൃപാദാനവും തലയാകുന്നവൻ അല്ലെങ്കിൽ കർത്താവ് ക്രിസ്തു നൽകിയെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അത് നമ്മുടെ യൂണിറ്റിയോടുള്ള ബന്ധത്തിലാണ്, അല്ലെങ്കിൽ ഒന്നാകുന്നതിനോടുള്ള ബന്ധത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. നോക്ക്, എത്ര മനോഹരമാകുന്ന ഒരു പിക്ചർ. ആ യൂണിറ്റി എന്നുള്ളത് നമ്മൾ വ്യത്യസ്തരായിരിക്കുന്നു എന്ന കാര്യത്തിൽ തന്നെയാണ് യൂണിറ്റി എന്നുള്ളതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. കാരണം വിവിധങ്ങളായിട്ടുള്ള ദൈവകൃപയുടെ ദാനങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് ഈ 11-ാമത്തെ വാക്യം അതിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്നൊക്കെ മാറ്റി എന്തെങ്കിലുമൊക്കെ പറയുന്നത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പറയാൻ നമുക്ക് ആർക്കും അധികാരമില്ല. അത് ആര് പറഞ്ഞാലും അത് ശരിയില്ല. ഇത് സഭയിലുള്ള അധികാര ശ്രേണിയെ കുറിച്ചോ അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞ സഭയിലുള്ള ഓഫീസേഴ്സിനെ കുറിച്ചല്ല പറഞ്ഞേക്കുന്നത്. പലരും അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരു കാലത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ദൈവവചനം വ്യക്തമായി മനസ്സിലാക്കിയപ്പോൾ അതല്ല പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലായി. എന്ന് പറയാം, ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ അധികാര സ്ഥാനങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ ചില സ്ഥാനങ്ങൾ, അതിനെക്കുറിച്ചല്ല പറഞ്ഞേക്കുന്നത്.
ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കുന്നത്, ഇതെല്ലാം സഭയ്ക്ക് വേണ്ടി കൊടുത്തേക്കുന്നത്. ഇത് മറ്റു ചില നിലയിലും വ്യാഖ്യാനിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനോടും എനിക്ക് യോജിപ്പില്ല. കാരണം ചിലർ അതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഈ രണ്ട് എക്സ്ട്രീം ഉണ്ട്. ഒരു എക്സ്ട്രീം ഇത് ഓഫ് കോഴ്സ് അത് ഒരർത്ഥത്തിൽ ശരിയാണെങ്കിലും ഇത് നമ്മൾ ആ കോണ്ടെക്സ്റ്റ് ചിന്തിക്കുമ്പോൾ അതത്ര ശരിയാകില്ല. ഒരർത്ഥത്തിൽ അത് ശരിയാണ്. അവർ പറയുന്ന ഇങ്ങനെ അപ്പോസ്തലന്മാരെന്നും പ്രവാചകന്മാരെന്നും ഒക്കെ പറയുമ്പോൾ അവരർത്ഥമാക്കുന്നത് ആ പുതിയ നിയമം പുസ്തകം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ദൈവം പ്രത്യേകമാകുന്ന ഗിഫ്റ്റ് കൊടുത്ത, അത് ശരിയാണ്. ആ അർത്ഥത്തിൽ അത് ശരിയാണ്. കാരണം 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പൊ ആ അടിസ്ഥാനം ഇറ്റ് ഈസ് ഓൾറെഡി ലെയ്ഡ്. അത് അടിസ്ഥാനമാണ്. അതുകൊണ്ട് ഇനി അങ്ങനൊന്നും ഇല്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് യെസ് എന്നും നോ എന്നും ഞാൻ പറയും. യെസ് എന്ന് ഞാൻ പറയും. അതിന്റെ കാരണം ആ അർത്ഥത്തിലും അനുപാതത്തിലും, അതായത് കർത്താവിന്റെ വചനം ലഭിക്കാനായി ദൈവം ഉപയോഗിച്ച, അല്ലെങ്കിൽ കർത്താവിന്റെ സഭ ആദ്യമായി എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ, അതിന്റെ ഉപദേശങ്ങൾ നൽകുവാൻ, അതിന്റെ വെളിപ്പാട് നൽകുവാൻ ദൈവം ഉപയോഗിച്ച ആദിമ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും, ആ അടിസ്ഥാനത്തിന്മേൽ ക്രിസ്തുവേശു എന്ന മൂലക്കല്ലിന്മേൽ നമ്മളെ പണിതിരിക്കുന്നു. ആ പ്രവാചകന്മാർക്ക് പണ്ട് കാലങ്ങളിൽ ഉള്ളവർക്ക് മനസ്സിലാകാതിരുന്നത് വെളിപ്പാടിനാൽ ദൈവം കൃപയാൽ വെളിപ്പെടുത്തി കൊടുത്തു എന്നൊക്കെ പൗലോസ് പറയുന്നു. അപ്പൊ ആ അടിസ്ഥാനത്തിന്മേൽ നമ്മൾ പണിയുന്നു. ആ അർത്ഥത്തിൽ അത് ശരിയാണ്. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഗിഫ്റ്റ്സ് ആണ്, കൃപാദാനങ്ങളാണ്. ആ അർത്ഥത്തിൽ, ആ നിലയിൽ, ആദിമ ആ അടിസ്ഥാനത്തോടുള്ള ബന്ധത്തിൽ, ആ ഒറിജിനലായിട്ടുള്ളതിനോടുള്ള ബന്ധത്തിൽ അത് ഇറ്റ് ഈസ് ഓൾറെഡി ലേറ്റ്. എന്നാൽ ആ ഗിഫ്റ്റ് ഇന്ന് സഭയുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്നു. അത് പ്രധാനമായിട്ട് നൽകിയിരിക്കുന്നത്, നമ്മളിവിടെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ആ സ്പീക്കിംഗ് ഗിഫ്റ്റ്സ് ആണ്. മറ്റ് കൃപ എല്ലാം അപ്പോസ്തലൻ, പ്രവാചകൻ, അതുപോലെ തന്നെ സുവിശേഷകൻ, ഇടയന്മാർ, എല്ലാം ദൈവവചന ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണ്. അപ്പോൾ ഇതെല്ലാം ഓൾറെഡി ലഭിച്ചതിന്മേലുള്ളതാകുന്ന ഫർദർ ഇല്യൂമിനേഷൻ ബൈ ദ സ്പിരിറ്റ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രകാശനം നൽകിയിട്ട് അത് തരുന്നതിനാൽ ഇത് ഈ ദൈവവചനത്തിന്റെ ഉൾക്കാഴ്ച, ദൈവവചനത്തിന്റെ മുഴുവൻ ആലോചനയും ദൈവസഭയ്ക്ക് തരുന്നതിനാൽ ക്രിസ്തുവിന്റെ ശരീരത്തെ ബിൽഡപ്പ് ചെയ്യാനുള്ള, പണിയുവാനുള്ള, ആത്മീക വർധന തരുവാനുള്ള ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഫൈനൽ ഗോൾ എന്ന് പറയുന്നത്, ആത്യന്തികമാകുന്ന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം, ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുവോളം ആ ശരീരത്തിന്റെ പണിക്കു വേണ്ടി, ബിൽഡപ്പ് ചെയ്യുവാൻ വേണ്ടി, പണിയുവാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന കൃപയുടെ ദാനങ്ങളാണ്
ഈ ശുശ്രൂഷകൾ എല്ലാം തന്നെ അതെല്ലാം അതിനു വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. ഇംഗ്ലീഷിൽ അത് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധേയമാണ്. അതിങ്ങനെയാണ്, സോ ദാറ്റ്, അതിന്റെ 13ാമത്തെ വാക്യം, until we all attain to the unity of the faith. ഒന്ന്, to the unity of the faith. എല്ലാം ആ വിശ്വാസത്തിന്റെ ഐക്യതയിലും, നോക്കിയേ, അത് ഒന്നിനോട് ഒന്ന് ചേർന്ന് ആ മെച്യൂർ, ഇതൊരു കളക്റ്റീവായിട്ടാ പറയുന്നത്. ഒന്നിനോടൊന്ന് ചേർന്ന് ഓരോ അംഗത്തിനും ആ ആത്മിക വർധന കിട്ടി ഒരുമിച്ച് ഇങ്ങനെ വളർന്നു വരികയാണ്. അതാണ് to the until we all attain to the unity of faith and of the knowledge of the Son of God, to mature manhood, to the measure of the stature of the fullness of Christ. ക്രിസ്തുവിന്റെ ആ ഫുൾനെസ്, അതിന്റെ ആ നിറവ്, ആ തലയാകുന്ന ക്രിസ്തുവിന് ആനുപാതികമായിട്ട് the whole body is growing into that. ആ തലയാകുന്ന ക്രിസ്തുവിന് ആനുപാതികമായിട്ട് ഇത് വളരുകയാണ്. അങ്ങനെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട്, ആ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, ആ ആത്മീകമാകുന്ന പുരോഗതിക്ക് വേണ്ടിയിട്ട് ദൈവം ഈ ശുശ്രൂഷകളെ, ഈ കൃപാദാനങ്ങളെ, ഈ അനുഗ്രഹങ്ങളെ ദൈവം നമുക്ക് തന്നേക്കുക. നമ്മൾ ഇതിനോട് ചേർന്ന് എഫെസോസിനോടുള്ള ബന്ധത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നമ്മളിപ്പോ വായിച്ച ഈ ഭാഗവുമായിട്ട് അത് വളരെ വളരെ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോസ്തല പ്രവൃത്തി, ദയവായിട്ട് എല്ലാവരും നിങ്ങളുടെ വേദപുസ്തകം തുറക്കുവാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 19ാമത്തെ അധ്യായത്തിലാണ് പൗലോസ് ആസ്യയിൽ അവിടെ അല്ലെങ്കിൽ എഫെസോസിൽ ചെല്ലുന്നു. അതിനുശേഷം നമ്മൾ അതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അവിടെ കർത്താവ് വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്തു, ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ സിനഗോഗിലാണ് ആദ്യം സംസാരിച്ചത്. എന്നാൽ അവര് കഠിനപ്പെട്ട് പുരുഷാരത്തിന്റെ മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു. തുറന്നോസിന്റെ പാഠശാലയിൽ ദിനം പ്രതി സമ്പാദിച്ചു പോകുന്നു. അത് 2 സംവത്സരത്തോളം നടക്കിയാൽ ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാൻ ഇടയായി. 2 വർഷവും ചില മാസങ്ങളും, ആദ്യത്തെ ചില മാസങ്ങൾ ആ സിനഗോഗിൽ പൗലോസ് വചനം പ്രസംഗിച്ചു. എന്നാൽ യഹൂദന്മാര് ദുഷിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് മാറി ഒരു തുറന്നോസ്, ആക്ച്വലി തുറന്നോസ് എന്നുള്ളത് ഒരു പ്രോപ്പർ നെയിം അല്ല. അതിനെക്കുറിച്ച് രസകരമായിട്ടൊരു കാര്യം പണ്ട് വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. തുറന്നോസ് എന്ന് പറയുന്നത് തുറന്നോസിന്റെ പാഠശാല, ഓൾറെഡി ടീച്ചറായിരുന്നു. തുറന്നോസ് എന്നുള്ള എന്റെ ഓർമ്മ ശരിയെങ്കിൽ ആ വാക്കിന്റെ അതിന്റെ അർത്ഥം തന്നെ ടൈരണ്ടെന്നോ മറ്റോ ആണ്. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഏകാധിപതി എന്നൊക്കെ വരുന്ന, ഭയങ്കര ക്രൂരമായിട്ട് ഉള്ള. അപ്പൊ പലരും അതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നു. ഈ തുറന്നോസ് എന്ന് പറയുന്നത് ആക്ച്വലി അദ്ദേഹം ഒരു ടീച്ചറായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രോപ്പർ നെയിം അല്ല. പണ്ടൊക്കെ സ്കൂളിൽ നമ്മള് ചില ടീച്ചേഴ്സിന്റെ ഇരട്ടപ്പേര് നമുക്കറിയാമല്ലോ, വിളിക്കുമായിരുന്നല്ലോ അല്ലേ? അവരുടെ കണ്ടമാനം ഉപദ്രവിക്കുന്നവരെയൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ടായിരുന്നു. അത് നിങ്ങളാരും വിളിച്ചിട്ടില്ലേ? ഉണ്ട്. ഓക്കെ.
അങ്ങനെയുള്ള ഒരു പേരായിരുന്നു ഈ തുറന്നോസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു പേരായിരുന്നു. കാരണം അത്ര ടൈറന്റ് ആയിരുന്നു അദ്ദേഹം പാഠശാല നടത്തുന്ന ആളായിരുന്നു. പക്ഷെ പുള്ളിയുടെ ടീച്ചിങ് രാവിലെ ആയിരുന്നു, രാവിലെ സമയത്താണ്. പൗലോസ് എന്ത് ചെയ്തു? യഹൂദന്മാരുടെ പള്ളി നിഷേധിക്കപ്പെട്ടപ്പോ, സിനഗോഗ് നിന്ന് പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഈ തുറന്നോസിന്റെ പാഠശാല വാടകയ്ക്ക് എടുത്ത് 2 വർഷം കണ്ടിന്യൂസ് വചനം പഠിപ്പിച്ചു. കണ്ടിന്യൂസ് ബൈബിൾ ക്ലാസ് നടത്തി. കണ്ടിന്യൂസ്. അതുകൊണ്ട് ബൈബിൾ ക്ലാസ് നടത്തിയെന്ന് തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ നോക്കി അവിടെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് കർത്താവിന്റെ വചനം എല്ലാവരും കേൾക്കാനിടയായി. അപ്പൊ വചനമാ പറഞ്ഞത്. ഇനി അതിന്റെ 20-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 20-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിനുശേഷം അവിടെ സഭ ഉടലെടുത്തു. ഇതെല്ലാം നമുക്കറിയാം. സഭയിലെ അവിടെ മൂപ്പന്മാര് ആ ശുശ്രൂഷയ്ക്കാക്കി വെച്ചവരുണ്ടായിരുന്നു. എന്നാല് പൗലോസ് യെരുശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, പിന്നെ 21-ാമത്തെ അധ്യായത്തില് ഗ്രീസിൽ നിന്നും താന് യാത്ര ചെയ്ത് താന് ഇപ്പൊ എത്തിയേക്കുന്നത് മിലേത്തോസ് എന്ന ആ ഒരു കോസ്റ്റൽ ടൗണിലെത്തി. എഫസോസ് അല്പം കൂടെ അവിടെ നിന്ന് ദൂരെയാ. എന്നാൽ താൻ പൗലോസ് ആ മിലത്തോസിലെത്തിയിട്ട് അവിടെ ഈ എഫസോസിലുള്ള മൂപ്പന്മാരെ വരുത്തിയിട്ട് താൻ പറയുന്ന ഒരു ദീർഘമാകുന്ന പ്രസംഗമാണ് 17-ാമത്തെ വാക്യം മുതൽ 20-ാം അധ്യായം 17 മുതൽ നാം വായിക്കുന്നത്. അപ്പൊ അവിടെ താൻ പറയുന്ന ഒരു കാര്യം ഉണ്ട്. ഞാൻ ആസിയയിൽ വന്ന 1-ാം നാൾ മുതൽ 18-ാമത്തെ വാക്യം മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നു എന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോട് കൂടെ, ശ്രദ്ധിക്കണം, കഷ്ടങ്ങളെല്ലാം മാറിയിട്ടല്ല, എല്ലാം ഒന്ന് മാറിക്കിട്ടിയിട്ട് ഇനിയും കർത്താവിനെ സേവിക്കാമെന്നല്ല താൻ ചിന്തിച്ചത്. എന്നാൽ ആ കഷ്ടങ്ങളോട് കൂടെ ഞാന് കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. പ്രസംഗിച്ചു. അത് മാത്രമല്ല, ഉപദേശിച്ചു, ടീച്ച് ചെയ്തു. ഞാൻ ഒന്നും മറച്ചു വെച്ചില്ല. എല്ലാം ഞാൻ സമ്പൂർണമായിട്ട് നിങ്ങൾക്ക് അറിയിച്ചു തന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് താൻ താഴോട്ട് പറയുന്ന ഒരു കാര്യം അവിടെ വളരെ ശ്രദ്ധേയമാണ്. അവിടെ താൻ പറയുന്ന ഒരു കാര്യം ഇതാണ്. അതിന്റെ 28, 29 ഒക്കെ വാക്യങ്ങൾ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ, സഭ ദൈവത്തിന്റെയാണ്, സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ പരിശുദ്ധാത്മാവ് അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളി. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. ഞാനത് വായിച്ചത് വളരെ പർപ്പസ്ലിയാണ്. കാരണം നമ്മളിപ്പം എഫേസ്യ ലേഖനത്തിലേക്ക് മടങ്ങി വരികയാണ്. അവരോട് പറയുകയാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ബി വെരി കെയർഫുൾ. നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുന്ന വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ എഴുന്നേൽക്കും. താൻ വാൺ ചെയ്യുക. അപ്പൊ അത് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വീണ്ടും നമുക്ക് എഫേസ്യ ലേഖനത്തിലേക്ക് വരാം. എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ തനിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഈ ശുശ്രൂഷക, ഈ ദാനങ്ങളെല്ലാം ദൈവം തന്റെ സഭയ്ക്ക് തന്നേക്കുന്നത്, ഒന്ന് ഏറ്റവും അത് ഒന്നിച്ച് നമ്മളെല്ലാവരും ആ ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ ആ സമ്പൂർണത, ആ അളവിലേക്ക് നമ്മൾ വളർത്തപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് ദൈവം തന്റെ സഭയ്ക്ക് തന്നേക്കുന്നതെന്ന് പൗലോസ് പറഞ്ഞു. എന്നിട്ട് അതിന് പ്രധാനമായിട്ട്
ആ വളർച്ചയ്ക്ക് രണ്ട് മൂന്ന് അതിന് ഉപഘടകങ്ങളുണ്ട്. അതിലൊന്ന് ആ പുരുഷത്വവും ആ മെച്യൂരിറ്റി എന്നുള്ളത് ആവർത്തിച്ച് നമ്മൾ കാണും. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നു അത് നാം എല്ലാവരും, അതെങ്ങനെയാ സംഭവിക്കുന്നത്? നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും. ഇവിടെ പോൾ പറയുന്ന ആ കാര്യം, ഈ ശുശ്രൂഷകളിൽ, ഈ കൃപാദാനങ്ങളിൽ എന്താണ് സംഭവിക്കേണ്ടത്? ആത്യന്തികമായി ദൈവസഭയുടെ വളർച്ച, മെച്യൂരിറ്റി ആ സംഭവിക്കേണ്ടത്. ആ മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ വരുന്നത് എങ്ങനെയാണ്? ആ മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ വരുന്നത് എങ്ങനെയാണ്? അതിന്റെ ഒരു ഭാഗം താൻ പറയുകയാണ്, ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും. Knowledge, the unity that comes from the knowledge of the Son of God. ആ ദൈവപുത്രൻ, വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ഐക്യതയിലും അതിലുള്ളതാകുന്ന ആ ഗ്രോത്ത് ഉണ്ടാകണം. ഈ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ഐക്യത എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അത് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കണം, ഒരിക്കലും ചിന്തിക്കരുത്. അത് കർത്താവിനെ കുറിച്ചുള്ളതാകുന്ന ഒരു ഫാക്ച്വൽ നോളജിനെ കുറിച്ച്, അത് അതിന്റെ ഒരു ബേസ് ആണ്, ഒരു അടിസ്ഥാനമാണ്. എന്നാൽ ആ ഒരു കർത്താവിനെ കുറിച്ചുള്ള ഫാക്ട് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റൊരു കാര്യത്തിലേക്ക് നയിക്കും. അതെന്താണെന്നറിയാമോ? കർത്താവിനെ കുറിച്ചുള്ള ആ ഇന്റിമേറ്റ് ആയിട്ടുള്ളതാകുന്ന ആ നോളജ്, ഇന്റിമേറ്റ് നോളജ്. ആ ഇന്റിമേറ്റ് നോളജ് എന്താണ്? ആ ഇന്റിമേറ്റ് നോളജ് കേവലം അറിവിൽ മാത്രം നിൽക്കുന്നതല്ല. അറിവ് അതിന്റെ ഒരു പടി മാത്രം. ആ അറിവിന്റെ പടി, ആ അറിവ് ഞാൻ കൂടുതൽ അറിയും തോറും, കൂടുതൽ ഞാൻ കർത്താവിനെ അറിയും തോറും കർത്താവിനോടുള്ള സ്നേഹം എനിക്ക് അങ്ങ് കൂടുകയാണ്. ഞാൻ അല്പം വിശദമാക്കാം, കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ്. എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്ന് ഞാൻ പറയാം. ഇത് ഇമ്പോർട്ടന്റ് ആയിരിക്കുന്നത് ഇത്രയധികം വാണിംഗ് കൊടുത്തിട്ട് അവിടെ അവർ ഫെയിലായി എന്നുള്ളത് ചിന്തിക്കുമ്പോഴാണ് ഇത് ഇമ്പോർട്ടന്റ് ആയി. എഫെസോസുകാർക്ക് വേറൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. എഫെസോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം ഒന്ന് എടുക്കാതെ. എഫെസോസ് സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം നിങ്ങൾ എടുക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. 2-ാമതൊരു ലേഖനം ഈ എഫെസോസ് സഭയ്ക്ക് എഴുതിയിട്ടുണ്ട്. അത് മെയിൻലി ആ എഫെസോസ് സഭയിലെ മൂപ്പൻ എഴുതിയേക്കുക. ആ മൂപ്പൻ എഴുതിയേക്കുക, പക്ഷെങ്കില് സഭയ്ക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് എഴുതിയേക്കുന്നത്. ആ 2-ാമത്തെ ലേഖനം, അത് 4-ാം വാക്യം ഒന്ന് വായിക്കോ. അത് എടുത്തവര് അതിന്റെ റെഫറൻസ് ഒന്ന് പറഞ്ഞിട്ട് വായിക്കണം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം. വെരി ഗുഡ്, വെരി ഗുഡ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. ശ്രദ്ധിക്കണം, അവിടെ എന്തൊക്കെയുണ്ട്? അവിടെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അവിടെ അറിവില്ലായ്മയൊന്നുമില്ല. ഒന്ന് ശ്രദ്ധിച്ചേ. അവിടെ ഭയങ്കര അറിവും, അവിടെ വലിയ പാണ്ഡിത്യവും ഒക്കെ ഉണ്ട്. ഭയങ്കര സഹിഷ്ണുതയും ഭയങ്കര പ്രവൃത്തിയും ഭയങ്കര പ്രയത്നവും. കൊള്ളരുതാത്തവരെ അവർക്ക് സഹിച്ചുകൂടാ, ഭയങ്കര സഹിച്ചുകൂടാ. കൊള്ളരുതാത്തവരെ സഹിച്ചുകൂടാ. പിന്നെ അപ്പോസ്തലന്മാരെല്ലാവരും അവരെ തിരിച്ചറിഞ്ഞു, എല്ലാം അറിയാം, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇതിനെല്ലാം സകലത്തിന്റെയും സമ്പൂർണ്ണ ഇതെല്ലാം ഇതൊന്നും വേണ്ടെന്നല്ല അർത്ഥം.
പക്ഷെ ഇതിനെയെല്ലാം ട്രൈ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? സ്നേഹം. അതല്ലേ കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ അതല്ലേ വായിക്കുന്നത്? കൊലോസ്യ ലേഖനത്തിൽ എക്സാക്ട്ലി അതാ വായിക്കുന്നത്. എല്ലാം നല്ലത് തന്നെ, എല്ലാം നല്ല പ്രവൃത്തിയും സഹിഷ്ണുതയും പ്രയത്നവും എല്ലാം നല്ലത്, എല്ലാം നല്ലത്. എന്നാൽ ഇതിനെയെല്ലാം കൂട്ടിക്കെട്ടുന്നത് എന്താ? ഇതിനെയെല്ലാം കൂട്ടിക്കെട്ടുന്നത് കൊലോസ്യർ 3:14 വായിച്ചോളൂ. കൊലോസ്യർ 3:14. എല്ലാറ്റിനും ഇതേ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. നോക്കിയേ, അപ്പൊ എല്ലാറ്റിനും മീതെ, മറ്റേത് വേണ്ടെന്നല്ല, മറ്റേതെല്ലാം നല്ല കാര്യം, അതൊന്നും കർത്താവിനോട് പറയുന്നില്ലല്ലോ, അതൊക്കെ തെറ്റിപ്പോയെന്നൊന്നും പറയുന്നില്ല. കൊള്ളരുതാത്തവരെ നിനക്ക് സഹിക്കാഞ്ഞതും നിന്റെ സഹിഷ്ണുതയും നിന്റെ പ്രയത്നം എല്ലാം ഗുഡ് ഗുഡ് ഗുഡ്, എല്ലാം നല്ലതാ, എല്ലാം നല്ലതാ. നീ തളർന്നു പോയില്ല, എല്ലാം നല്ലത്, എല്ലാം നല്ലത്. പക്ഷെ ഇതിനെല്ലാം ട്രൈ ചെയ്യേണ്ട ഒന്ന് വിട്ടുപോയി. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനവും അതിലുള്ള ഐക്യതയാണ്. എന്താ നമ്മുടെ ഐക്യത? എന്താ നമ്മുടെ ബന്ധം? നമ്മുടെ ബന്ധം IPC പ്രയർ സെന്റർ എന്നുള്ളതല്ല നമ്മുടെ ബന്ധം. അതൊരു സൂപ്പർഫിഷ്യൽ കാര്യം മാത്രമാണ്. അല്ലെ വേറെ ഏതെങ്കിലും ഒരു സഭയുടെ പേര് ചിന്തിക്കുക, അതല്ല നമ്മുടെ ബന്ധം. നമ്മുടെ ബന്ധം അവിടെ ഇരിക്കുന്നത് അത് സൂപ്പർഫിഷ്യലാണ്. അത് തെറ്റാന്നൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ അല്ലത്. ദൈവപുത്രനെ കുറിച്ചുള്ള ദൈവപുത്രനോടുള്ള പരിജ്ഞാനം എങ്ങനെ, ദാറ്റ് വിൽ റിസൾട്ട് ഇൻ, ആ ദൈവപുത്രനോ ആ പരിജ്ഞാനം ആവശ്യമാണ്, അറിയാം ആവശ്യമാണ്. പക്ഷെങ്കിൽ അത് എന്തിലേക്ക് നയിക്കണം? ആ ഇന്റിമേറ്റ് റിലേഷനിലേക്ക് കർത്താവിനോട് നമ്മൾ ആകുമ്പോൾ ദൈവമക്കളോടുള്ള ബന്ധത്തിലും ആകും, ദൈവമക്കളോടുള്ള ബന്ധത്തിലാകും. അപ്പൊ അതാണ് ഈ ശുശ്രൂഷയിൽ സംഭവിക്കുന്നത്. പണിയപ്പെടുക എല്ലാവരും. ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ പർട്ടിക്കുലറായി ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ഒന്ന് ദൈവവചന പാരായണത്തോടുള്ള ബന്ധത്തിൽ. അത് വർഷങ്ങളായിട്ട് അത് തുടർന്നു വരുന്നു. എന്നാൽ പിന്നീട് ഒരു കർത്താവിന്റെ ദാസന്റെ വായിൽ നിന്നൊരു വാക്ക് കേട്ടപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് എന്നെ അത് സന്തോഷിപ്പിച്ചതൊരു കാര്യം. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, അനേക വർഷങ്ങളായിട്ട് വേദപുസ്തകം ഞാൻ ക്രമമായിട്ടാണ് വായിക്കുന്നത്. പഴയ നിയമവും പുതിയ നിയമവും എല്ലാം ഒരേ സമയം പല അധ്യായങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാറുണ്ട്. എപ്പോഴും വായിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. എന്താണെന്നറിയാമോ? സുവിശേഷങ്ങൾ. മത്തായി സുവിശേഷം 1 തുടങ്ങി യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 21-ാമത്തെ അധ്യായം അല്ലെ, 21-ാമത്തെ അധ്യായം വായിച്ചു തീർത്തേച്ച് പിന്നെയും മത്തായി സുവിശേഷത്തിലേക്ക് മടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് മൈ ലൈഫ് എപ്പോഴും സുവിശേഷങ്ങൾ ഞാൻ വായിക്കും. അത് ഇറ്റ് കെയിം ഓൺ ഇറ്റ്സ് ഓൺ. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ആ നിലയിലേക്ക് ഞാൻ നയിക്കപ്പെട്ടു. എങ്ങനെയോ ഐ ഡോണ്ട് നോ. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ദൈവഭൃത്യൻ എൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാ, ഞാൻ എന്നും സുവിശേഷങ്ങൾ വായിക്കും. എന്നിട്ട് അദ്ദേഹം അതിന്റെ കാരണം പറഞ്ഞത് ഇങ്ങനെയാണ്. അത് പറഞ്ഞേ, കർത്താവിനെ കുറിച്ച് ഞാൻ വായിക്കും തോറും കർത്താവിനെ കുറിച്ച് ഞാൻ അറിയുകയും കർത്താവിനെ കുറിച്ച് ഞാൻ അറിയും തോറും ഈ കർത്താവിനെ ഞാൻ മനസ്സിലാക്കും തോറും എനിക്ക് കർത്താവിനോടുള്ള ദൈവത്തെ അറിയുന്നതും പലപ്പോഴും ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ, മനുഷ്യരെ ആദ്യം നമ്മൾ സ്നേഹിക്കും, പിന്നെ നമ്മൾ പറയാം അവൻ ഇങ്ങനത്താനാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു, അറിഞ്ഞായിരുന്നേ ഞാൻ സ്നേഹിക്കില്ലെന്ന് പറയത്തില്ലേ. എന്ന് പറഞ്ഞാൽ നേരത്തെ അറിയത്തില്ലായിരുന്നു, അങ്ങോട്ട് അടുക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അത്ര അടുക്കാൻ പറ്റുന്ന ആളല്ലെന്ന് മനസ്സിലായി. അപ്പൊ അറിഞ്ഞിരുന്നു. ആ ആളിനെ അറിഞ്ഞപ്പം നമ്മൾ അല്പം അകലാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഒരു വ്യക്തിയെ, അത് ഒരു സാധാരണ ഉദാഹരണം ഞാൻ പറയുക, ആ ആളിനെ അറിഞ്ഞപ്പം നമ്മൾ അകലാൻ തുടങ്ങി. ഇന്ന് കർത്താവിന്റെ കേസിൽ എന്താണെന്നറിയോ? കർത്താവിനെ അറിയും തോറും അടുക്കത്തേ ഉള്ളൂ. അതാ കർത്താവിന്റെ സവിശേഷത.
The more we know Christ, the more I am drawn to Christ. ആ ഭക്തൻ, ആ ദൈവഭൃത്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്, I will always, I am dwelling in the gospel എന്ന ഈ പദം അദ്ദേഹം ഉപയോഗിച്ച്, I am dwelling in the gospels. അതിന്റെ കാരണം എന്താണെന്നറിയാം, ഞാൻ കർത്താവിനെ അറിയും തോറും എനിക്ക് കർത്താവിനോടുള്ള ആ ബന്ധം കൂടുക, എനിക്ക് ആ സ്നേഹം കൂടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ഞാൻ ചുമ്മാ പറയുന്ന കാര്യമോ ഇന്നത്തെ നമ്മുടെ അറിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ഒന്നും കാര്യമൊന്നുമല്ല. പണ്ടത്തെ ഈ പറയുന്ന ഇൻഫർമേഷൻ ഒന്നും ഇല്ലാതിരുന്ന ഭക്തന്മാര് പാടിയെന്നറിയോ, കേട്ടിട്ടുണ്ടോ? പ്രേമം എന്നിൽ വർദ്ധിക്കുന്നൻ പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി ജീവിക്കുകയാണ്. അയ്യോ, നാളുകൾ എണ്ണുകയാണെന്ന്. പ്രേമം എന്നിൽ വർദ്ധിക്കുന്നു. The knowledge of the Son of God. ഈ കർത്താവിനെ ഞാൻ അറിയും തോറും, the more I know Christ, the more I am drawn to him, the more intimate I am with him. അതുകൊണ്ട് ഞാൻ ഗോസ്പൽ എന്നിട്ട് അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞു. അതിന്റെ കാരണം എന്താണെന്നറിയാം, എനിക്ക് ഈ ഭൂമിയിൽ എത്രത്തോളം എനിക്ക് കർത്താവിനെ അറിയാൻ പറ്റുമോ അത്രത്തോളം എനിക്ക് അറിയാൻ താല്പര്യമാണ്. അതിന്റെ കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇന്ന് കണ്ണടച്ച എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന് മരിച്ച അടുത്ത നിമിഷം ഞാൻ കാണാൻ പോകുന്ന മുഖം എന്റെ കർത്താവിൻ്റെ. അതാ അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ ഞാൻ കണ്ണടച്ചാൽ ഞാൻ നിത്യതയുടെ തീരത്തെത്തിക്കഴിഞ്ഞുമ്പോ വീണ്ടെടുക്കപ്പെട്ട ശരീരത്തിലല്ല എത്തുന്നത്, പക്ഷെങ്കിൽ കോൺഷ്യസ് പ്രസൻസിൽ കർത്താവിന്റെ സന്നിധാനത്തിലോട്ടാ കണ്ണി വെക്കുന്നതിനിടയിൽ നമ്മൾ പോകുന്നത്. അല്ലാതെ ചിലരൊക്കെ പറയുന്നത് പോലെ ഒരു വലിയ ഉറക്കത്തിലേക്കൊന്നും പോകല്ല. വചനം വളരെ വ്യക്തമാണ്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ക്രൂശിലെ അദ്ദേഹത്തെ ഇന്ന് നമ്മൾ കള്ളനെന്നാ വിളിക്കുന്നത്, പരിചയത്തിന് വേണ്ടി കള്ളനെന്ന് അങ്ങ് ചിന്തിച്ചു. അദ്ദേഹത്തോട് കർത്താവ് പറഞ്ഞ എന്താ? ഇന്ന് നീ പരദീസയിൽ, ഇന്ന് ദ വെരി ഡേ. അപ്പൊ കണ്ണടച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് ഒരു ഉറക്കത്തിലേക്ക് പോകും. പിന്നെ അന്ത്യകാഹളത്തെങ്കിൽ ഇങ്ങനെ ഉണർന്നു വരികയൊന്നും അല്ല, കേട്ടോ. അങ്ങനൊക്കെ പറയുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനല്ല. സ്ലീപ്പ് എന്ന് ഉദ്ദേശിച്ചേക്കുന്നത് വിശ്രമം എന്ന അർത്ഥത്തിൽ മാത്രമേ ഉള്ളൂ. മരണത്തെ സ്ലീപ്പ് എന്ന് പറഞ്ഞേക്കുന്നത് വിശ്രമം എന്ന അർത്ഥത്തിലേ ഉള്ളൂ, അല്ലാതെ ബോധമില്ലാത്ത അർത്ഥം എന്ന അവസ്ഥയെ നല്ല അർത്ഥം. നമ്മൾ കണ്ണടച്ചാൽ നമ്മൾ കണ്ണു തുറക്കുന്നത് കർത്താവ്. അപ്പൊ ഇപ്പൊ ഞാൻ കണ്ണടച്ചാൽ പിന്നെ ഞാൻ കാണാൻ പോകുന്നത് കർത്താവിനെ. ഓ, എത്ര സന്തോഷമല്ലേ! അതുകൊണ്ട് ആ ദൈവമക്കൾക്ക് മരണത്തെ പേടിയില്ലാത്തത്, മരണത്തെ അകാരണമായി ഭയപ്പെടാത്തതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം ഇതാ, ഇപ്പൊ കണ്ണടച്ചാൽ നെക്സ്റ്റ് മോമെന്റ് ഞാൻ കാണാൻ പോകുന്ന മുഖം കർത്താവിന്റെ. അപ്പൊ അദ്ദേഹം, ആ ദൈവഭൃത്യൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, സോ ഐ വാണ്ട് ടു നോ ഹിം മോർ നൗ. എനിക്ക് ആ കർത്താവിനെ അറിയണം. അപ്പൊ അങ്ങനെ അറിയും തോറും ആ കർത്താവിനോടുള്ള സ്നേഹം എന്നിൽ വർദ്ധിക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിനോടുള്ള ബന്ധത്തിൽ. കാരണം താഴോട്ട് നമ്മൾ വായിക്കുന്നത്, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയായിത്തീരും എന്ന് നമ്മൾ വായിക്കുന്നു. എന്റെ സമയം തീരുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. അപ്പോ അങ്ങനെ അത് നാം എല്ലാവരും ഈ കൃപാദാനങ്ങളെല്ലാം തന്നേക്കുന്നത് കർത്താവിനെ ആഴമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മള് ഈ അപ്പോസ്തലന്മാരുടെ ഒക്കെ പ്രസംഗങ്ങളെ കുറിച്ച് നമ്മൾ വായിച്ചാൽ, അവരുടെ പ്രസംഗങ്ങൾ എഴുതിയേക്കുന്നതെല്ലാം അപ്പോസ്തല പ്രവൃത്തിയിലുണ്ടല്ലോ. നിങ്ങൾ വേണമെങ്കിൽ വായിച്ചു നോക്കിക്കോ. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്നു, ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ശൗൽ എന്ന് പറഞ്ഞ പൗലോസ് അവിടെ ചെന്നു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു പ്രസംഗിച്ചു. അവർ ക്രിസ്തുവിനെ, എല്ലാവരുടെ പ്രീച്ചിങ്ങിന്റെ ആ തീം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അപ്പോൾ ആ ക്രിസ്തുവിനെ അവർ പ്രസംഗിച്ചു. അപ്പൊ അവരെല്ലാം പറയുന്നത് എന്താ? ഈ കർത്താവിനെയാ പ്രസന്റ് ചെയ്യുന്നത്, കർത്താവിന്റെ ആ അപദാനങ്ങളെയാ. The more
the more we hear of Christ, the more intimate we become with Christ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മള് ഒരു അനലോഗിയായിട്ട് ഉപയോഗിക്കാറുണ്ടല്ലോ. പഴയ നിയമത്തിലെ ഒരു സംഭവം, ഒരു അനലോഗി, എന്താ പറയുന്ന, ഒരു സാദൃശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതായത് റിബേക്കയെ എലയാസർ കൊണ്ടുവരുന്ന ആ സംഭവം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ അവിടെ വായിക്കുന്ന, ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്ന ഒരു കാര്യം, റിബേക്കയും കൊണ്ട് എലയാസർ ഇങ്ങനെ വരികയാണ്. തൻ്റെ യജമാനാകുന്ന ആ ഇസഹാക്കിന് വേണ്ടി കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോ ആ വെളിംപ്രദേശത്ത് വെച്ച്, ദൂരത്ത് വെച്ച് ഈ ഇസഹാക്കിനെ കണ്ടപ്പോഴേ ഇൻസ്റ്റന്റ്ലി റിബേക്ക തിരിച്ചറിഞ്ഞു, ഇല്ലേ? കാരണം അവളുടെ വെയിലെടുത്ത് മുഖം മറച്ചെന്നാ വായിക്കുന്നത്. അങ്ങനെയല്ലേ? അങ്ങനെയാ വായിക്കുന്നത്. അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരാള് ദൂരെ കണ്ടപ്പോ അതാണ് ഇസഹാക്കെന്ന് റിബേക്ക എങ്ങനെയാ തിരിച്ചറിഞ്ഞത്? ഒരു ഉത്തരമേ ഉള്ളതിന്. യാത്രയിലുടനീളം ഇസഹാക്ക് എന്നായിരിക്കും പറഞ്ഞേ? സോറി, എലയാസർ എന്തായിരിക്കും പറഞ്ഞത്? എലയാസർ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഇസഹാക്ക് ഇങ്ങനെയൊക്കെയാണ്, ഇസഹാക്കിന്റെ രൂപം ഇന്നതാണ്, ഇസഹാക്ക് ഇങ്ങനെ. അതാ പറഞ്ഞുകൊണ്ടിരുന്നത്, അതാ കേട്ടോണ്ടിരുന്നത്. അപ്പൊ പെട്ടെന്ന് കണ്ടപ്പോ റെക്കഗ്നൈസ് ചെയ്തു, അത് ഇസഹാക്കാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഈ യാത്രയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഹി ഈസ് ഡ്രോയിങ് us to Christ always. കർത്താവിന്റെ മനോഹാരിത്വത്തെ കുറിച്ചാണ് ദൈവാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ന് കാഹളം ധ്വനിക്കുകയാണെങ്കിൽ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ ഇൻസ്റ്റന്റ്ലി നമ്മൾ തിരിച്ചറിയും അത് കർത്താവാണ്. ശിഷ്യന്മാര് അത് കർത്താവെന്ന് തിരിച്ചറിഞ്ഞു. പെട്ടെന്നായിരുന്നു ആ റിയലൈസേഷൻ, അത് കർത്താവെന്ന് തിരിച്ചറിഞ്ഞു. അപ്പം എടുത്ത് അങ്ങോട്ട് നുറുക്കി കൊടുത്തപ്പോ പെട്ടെന്ന് അവരുടെ കണ്ണു മനസ്സിൽ, ഓ ഇത് കർത്താവ്, ദ ലോർഡ്. അതുവരെ ഇല്ലാതിരുന്ന ഒരു വെളിപ്പാട് അവർക്കുണ്ടായി, ഇത് കർത്താവാണ്. എങ്ങനെയുണ്ടായി? കർത്താവ് ആരാണെന്ന് അവർക്കറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നോവിങ് ക്രൈസ്റ്റ് ടുഗദർ, എല്ലാരും ചേർന്ന് ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനമാണ് നമ്മുടെ ഐക്യത. കേട്ടോ, കർത്താവിനെ കുറിച്ചുള്ള കർത്താവിന്റെ പരിജ്ഞാനമാണ് നമ്മുടെ ഐക്യതയുടെ അടിസ്ഥാനമെന്ന്. അതിലാണ് നമ്മൾ വിശ്വാസത്തിൽ ഒന്നിച്ചു വളർന്നു വരികയാണ്. ക്രിസ്തുവിന്റെ ആ തലയോളം നമ്മൾ വളരുകയാണ്. മാത്രമല്ല, ആ വളർച്ചയിൽ ഞാൻ അടുത്ത് പറയാൻ പോകുന്ന കാര്യം പറയാൻ എന്റെ സമയം തീരുന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഞാൻ പറയുക, അങ്ങനെ ആ ആത്മീയ വർധനയ്ക്ക് വേണ്ടി നമുക്ക് ഈ ദാനങ്ങളെ തന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപയായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങി പോകാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാര്യനാൽ അലഞ്ഞൊഴുകുന്ന ശിശുക്കളായിരിക്കാതെ. അപ്പോൾ ശിശുക്കളുടെ സവിശേഷത എന്താ? വളർച്ച പ്രാപിക്കാത്തവരുടെ സവിശേഷത എന്താണ്? അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തേയില്ല. അവർ ഇപ്പൊ ഇവിടെ ഇരിക്കും, പിന്നെ അവിടെ ഇരിക്കും. മാത്രമല്ല, അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അവരിവിടെ ഇരിക്കും, അങ്ങോട്ടോ ഇങ്ങോട്ടോ. അതിനാണ് നമ്മൾ അടങ്ങിയിരിക്കുന്നൊക്കെ ഇടയ്ക്ക് പ്രശ്നം. നമ്മളിവിടെ വലിയ കാര്യം പറയുകയാണേലും അവർക്ക് അത് വലിയ വിഷയമൊന്നുമല്ല. പക്ഷേ ഇത് ഫിസിക്കലി ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. പക്ഷേ ഫിസിക്കലി നമ്മളാണേലും സ്പിരിച്വലി നമ്മൾ പലപ്പോഴും ബിഗ് ബേബീസാ പലരും. അതെങ്ങനെ അറിയുന്നേ? ഇതിനകത്തൊന്നും വലിയ ശ്രദ്ധയൊന്നുമില്ല. ഇതൊന്നും വലിയ
നമുക്ക് ശ്രദ്ധ ഉണ്ടാക്കുന്ന കാര്യമല്ല. കുഞ്ഞുങ്ങൾക്ക് എന്താ? കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഇപ്പൊ ഒരു കാര്യം ചോദിച്ചാൽ ഇപ്പൊ വേണം, കുഞ്ഞ് നാളെ തരാം, നാളെ പറ്റിയില്ല, ഇപ്പൊ വേണം, ഇപ്പൊ വേണം. ഒരു നല്ല ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കാൻ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കാനാണ് കടയിൽ പോയത്. അപ്പൊ അവിടെ ചെന്നപ്പോ ഉണ്ട്, ആ പേ ചെയ്യാനിരിക്കുന്നവന്റെ അടുത്ത് വലിയൊരു ഇത്രയോ ഒരു ബോള് ഇങ്ങനെ വെച്ച് വെക്കുന്നു. കുഞ്ഞിന് അതേ മതി, ഹെൽത്തി വേണ്ട, ആ വലിയൊരു തണ്ടും ഒരു ബോളും ലോളിപോപ്പ് അത് മതി, ഇപ്പൊ വേണം, ഇപ്പൊ വേണം. നോക്കിയേ, പൗലോസ് ഇവിടെ പറയുന്നത് എന്താ? ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാണ്. അപ്പൊ ഇപ്പൊ കാണുന്ന ഇത്, നാളെ അത്, ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കാതെ ഇത് കഴിഞ്ഞ് വേറൊരെണ്ണം ചേട്ടന്റെ കൈ വേറൊരു സംഭവമായിരിക്കും, ഇത് ഉൾട്ടേച്ച് അത് പോയി പിടിക്കും. ഇത് കഴിഞ്ഞു അത് മേടിക്കും, അതും കഴിഞ്ഞ് പിന്നെ വേറൊരു സംഭവം കാണുമ്പോൾ അതിന്റെ പുറകെ ഇങ്ങനെ ഒരു സ്ഥിരതയില്ല. അതാ ശൈശവത്വം. ഇവിടെ പോള് പറയുന്നത് ശ്രദ്ധിച്ചേ, അങ്ങനെ ഉപദേശത്തിന്റെ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാം. ഇനി അങ്ങനെ ശിശുക്കളായിരുന്നതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം പെട്ടെന്ന് ചതിക്കപ്പെടുമെന്നുള്ളതാ കുഞ്ഞിന്റെ ഒരു വിശേഷത. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളോട് നമ്മൾ പറയുന്ന ഒരു കാര്യം, കുഞ്ഞെ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴേ ആരേലും വഴി നിന്ന് ഏതേലും അങ്കിളുമാരോ ആന്റിമാരോ വല്ല ചോക്ലേറ്റ് തന്നേച്ച് എന്റെ കൂടെ വാന്ന് പറഞ്ഞാല് അവരുടെ കൂടെ ഒന്നും പോയേക്കില്ല കേട്ടോ. എന്നിട്ട് എന്റെ ചെറുപ്പത്തിലെ എന്നോട് പറഞ്ഞിരുന്ന എന്നറിയോ? എന്നോട് പറഞ്ഞിരുന്ന അവര് പിടിച്ചോണ്ട് പോകും, കണ്ണ് കുത്തി പൊട്ടിക്കും, പൊട്ടിച്ചേച്ച് യാചകനാക്കും. ഭയങ്കര പേടിയായിരുന്നു. ഓക്കെ, അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിട്ട് കണ്ണ് കുത്തി പൊട്ടിക്കുക എന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയും രക്ഷിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അങ്ങനെയുള്ളൊരവസ്ഥയാണ് ശിശുവിന്റെ അവസ്ഥ. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നത്? ചതിയാലും ഉപായത്താലുമാണ് അവർ ചെയ്യുന്നത്. അവര് ചെയ്യുന്നത് എങ്ങനെയാ? ഒന്ന് ശ്രദ്ധിച്ചേ, നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ, 14-ാം വാക്യം. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ദുരുപദേശം തരുന്നതെല്ലാം ചതിയിലാകട്ടോ, ഭയങ്കര ചതിയില്ല. എങ്ങനെയാ ചതിക്കുന്നത്? ഞാൻ പറഞ്ഞു തരാം. ചതിക്കണമെന്നുണ്ടെങ്കിൽ, വഞ്ചിക്കണമെന്നുണ്ടെങ്കിൽ, പിന്നെ ഞാനൊരു വഞ്ചകനാണ് എന്നും പറഞ്ഞുകൊണ്ട് വന്നാലൊന്നും ആരും അതിനകത്ത് പെടുകയില്ല. ചതിക്കുന്നത്, ഞാൻ ചതിയനാണെന്ന് ഞാൻ ചതിക്കുന്നയാള് മനസ്സിലാക്കാതിരിക്കുന്നതിലാണ് എന്റെ കഴിവ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? ഞാൻ ആരെ ചതിക്കാൻ ഉദ്ദേശിക്കുന്നുവോ അവൻ ഞാൻ വഞ്ചകനാണെന്ന് അവൻ തിരിച്ചറിയാതെ ഞാൻ നല്ലവനാണെന്ന് അവന് മനസ്സിലാക്കണം. അതാണ് എന്റെ കഴിവ്. അവിടെയാണ് ചതിവ്. അപ്പൊ ഇവിടെ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും, ക്രാഫ്റ്റിനെസ്, ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ അപ്പൊ ഇവരെല്ലാം വരുന്നത് ഏതെങ്കിലും ഒരു വാക്യം എടുത്തുകൊണ്ടാ വരുന്നത്. എന്നിട്ട് അത് കോട്ടുകയും ചെയ്യും. അങ്ങനെയാ ഈ ദിവസങ്ങളില് ഞങ്ങൾ ചില ഒരു പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് ദൈവമക്കളെ, പ്രത്യേകിച്ച് മറ്റ് സമുദായങ്ങളിൽ നിന്നൊക്കെ വന്നവരെ തെറ്റിച്ച് കളയാൻ വേണ്ടിയിട്ട് ചിലര് കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. അവരുപയോഗിക്കുന്ന ചില വേദഭാഗങ്ങളുണ്ട്. ആ വേദഭാഗങ്ങളൊക്കെ അവര് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞ. ഉദാഹരണത്തിന് 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തില് മനുഷ്യന്റെ സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല
സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആ വാക്യം എടുത്തേച്ച് ചിലരിപ്പോ പറയുന്നതെന്നറിയോ, നിങ്ങൾക്കാർക്കും വ്യാഖ്യാനിക്കാനൊന്നും അധികാരമില്ല, അത് സഭയ്ക്കാണ് വ്യാഖ്യാനിക്കാൻ അധികാരം. ആ വാക്യം എടുത്തേച്ചാ പറയുന്നത്. ഇങ്ങനെയുള്ള ഒത്തിരി വാക്യം. അതുപോലെ ശിഷ്യന്മാരുടെ മേൽ ഊതിയിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആരുടെയും പാപം ക്ഷമിച്ചാൽ അത് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് പുരോഹിതന്മാർക്ക് പാപം ക്ഷമിക്കാൻ അധികാരം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ ഇടയിൽ കൺഫ്യൂഷൻ ആക്കുന്ന, അതൊക്കെ നമ്മുടെ കുഴപ്പം തന്നെയാ. കാരണം അന്ന് ഇവരെയൊക്കെ എടുത്ത് നമ്മുടെ സ്റ്റേജിൽ കയറ്റിയപ്പോൾ അന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും എന്റെ സംസാരമൊന്നും അതിനൊന്നും ഒരു വിലയുള്ള കാര്യമല്ല. അന്ന് ഞാൻ അതിന് സംസാരിച്ചിട്ടുള്ളയാളാ. അത് കേട്ടിട്ടുള്ളവർക്ക് അത് ടെസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ പേരെടുത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് നമ്മുടെ ആൾക്കാർ ഇവരെയൊക്കെ സ്റ്റേജ് വലിച്ചു കയറ്റി നമ്മുടെ ഇന്ന് പലരിന്ന് വേറെ ചിലരെ കുറിച്ച് ചെയ്യുന്നുണ്ട്. അതും ഞാൻ പറയുന്നു, ഭയങ്കര വഞ്ചനയാണ്, ഭയങ്കര പൈശാചികമാണ്. പൈശാചികം എന്ന വേർഡ് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം വലിയ വഞ്ചനയാണ്. കാരണം അന്ന് അവരത് ചെയ്തു. ഇന്ന് അവർ പറയുന്നതെന്നറിയോ, ഇന്ന് നമ്മുടെ പുരോഹിതനാണ് പാപം ക്ഷമിക്കാൻ. ഞാൻ ചില ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയുള്ള ചില വാക്യങ്ങൾ എടുത്തേച്ച് അപ്പൊ ആ വാക്യങ്ങളുടെ അർത്ഥം എന്താണെന്നൊക്കെ പറയുന്ന ഒരു ബിഗ് പ്രൊജക്റ്റ് ആണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദൈവവചനത്തെ സ്നേഹിക്കുന്ന ചിലര് ഒന്നിച്ച് ഞങ്ങൾ കൂടി ആ കാര്യം ചർച്ച ചെയ്തുകൊണ്ട് അതിനൊരു റെസ്പോൺസ് ഫോർമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതാണ് ചതി, വഞ്ചന. അപ്പൊ ആ വാക്യം എടുത്തേച്ച് പറഞ്ഞോ, നിങ്ങളുടെ പാപങ്ങൾ. അപ്പൊ പത്രോസിൽ നിന്ന് പത്രോസാണ് ആദ്യത്തെ പോപ്പ്. പിന്നെ ഇങ്ങോട്ട് ഞങ്ങളുടെ വംശപാരമ്പര്യം ഞങ്ങൾക്ക് മാത്രം അത് കിട്ടിയേക്കാണെന്നൊക്കെ അവർ പറയുന്നത്. ഇത് ഒരു 2-pronged അപ്രോച്ചാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് വചനത്തിൽ കൂടെ, രണ്ട് ഹിസ്റ്ററിയിൽ കൂടെ. ആ ഒരു അപ്രോച്ചാണ് ഇപ്പോഴും നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആകട്ടെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതാണ് ചതിയും വഞ്ചനയും. ഇതാ ചതിയും വഞ്ചനയും. ഈ ചതിയിലും വഞ്ചനയിലും അകപ്പെട്ടു പോകുന്ന ശിശുക്കളാര്? ആ ശിശുക്കളെ കുറിച്ച് അവിടെ പറയുന്നത്, അവർക്ക് ദൈവപുത്രനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. അവർക്ക് ആകെപ്പാടെ അറിയാവുന്നത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, അതുകൊണ്ട് നമുക്ക് കർത്താവ് അപ്പം തരും, ഇത്രേ അറിയുന്നു. ഇത് കേട്ടോണ്ടാണ് വരുന്നത്. പിന്നെ എന്നും കേൾക്കുന്നതും ഇത് തന്നെ. എന്നാ അത് തന്നെ എന്താണ് അതിന്റെ അവിടുത്തെ യഥാർത്ഥത്തിൽ കർത്താവ് പറഞ്ഞേക്കുന്നതെന്നുള്ളതും അറിയത്തില്ല. അവിടെ അപ്പം തരുമെന്നുള്ളതിനേക്കാളും ഉപരിയായിട്ട് അപ്പം തന്നു, അതൊക്കെ ശരിയാ. ഫിസിക്കലി നമ്മുടെ നീഡ്സ് കർത്താവ് മീറ്റ് ചെയ്യും, അതൊക്കെ ശരിയാ. പക്ഷെ അതിനേക്കാളും വലുത് നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് വരുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്തായിരുന്നു? അതിന്റെ അർത്ഥം അതായിരുന്നു, നിങ്ങൾക്ക് ഫിസിക്കൽ അപ്പം തരാൻ എനിക്ക് പറ്റുമെങ്കിൽ അതിനേക്കാളും അത്യാവശ്യമുള്ള ഒരു അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ട്, അത് തരാൻ എനിക്കേ പറ്റുള്ളൂ. അത് ഞാൻ തരും. അത് എന്നെ നിങ്ങൾ തിന്നണം, എന്റെ രക്തം കുടിക്കണം. അതാണ് അതിന്റെ മീനിങ്, പ്രിയപ്പെട്ടവരെ. അതാണ് അതിന്റെ അർത്ഥം. പക്ഷെ ഇന്ന് നമ്മൾ പറയുന്ന അർത്ഥം എന്താ? അപ്പം തരും, അതുകൊണ്ട് ഇപ്പോ ഏതപ്പം വേണേലും തരും, ഈ അപ്പം തരും, ആ അപ്പം തരും, ഇതൊക്കെ ഇങ്ങനെ തന്ന്, ഈ അപ്പം തന്ന് നമ്മളെ ഇങ്ങനെ പോഷിപ്പിച്ച് സന്തോഷിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. അതാണ് ക്രിസ്തീയ ജീവിതം എന്ന. അങ്ങനെയുള്ള ആ തലത്തിലുള്ളവർ ചതിയിലും വഞ്ചനയിലും പെട്ടുപോകും. അത്രയുള്ളവർക്ക്. അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അങ്ങനെ ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ അടുത്തത്. അപ്പൊ ശിശുവിന്റെ അവസ്ഥ മനസ്സിലായല്ലോ. ഇതാണ് ശൈശവത്വം. ഇതാണ് ശൈശവത്വം. അങ്ങനെ, കാരണം ഇത് കേൾക്കുന്നതല്ലേ ഇത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ശുശ്രൂഷയ്ക്ക് കൃപാദാനങ്ങളെ കൊടുത്തത്, ആത്മീയ വർധനയ്ക്ക്, വളർച്ചയ്ക്ക് വേണ്ടി കൊടുത്തേക്കുക. പക്ഷെ അത് ഉപയോഗിക്കുന്നില്ല. അതിന്റെ ആവശ്യം നമുക്കില്ല, അത് താല്പര്യവും ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നേക്കുക. അപ്പൊ അതുകൊണ്ട് ചതിയും വഞ്ചനയും പെട്ട് ഉഴലുന്നെങ്കിൽ ഇവിടെ അതിന്റെ നേരെ വിപരീതം എന്താ സംഭവിക്കുന്നത്? സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഈ സത്യത്തില് സത്യം സംസാരിക്കണം.
എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്? സ്നേഹം നിമിത്തം. സ്നേഹം നിമിത്തമാണ്. എന്താ സ്നേഹം? ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരണമെന്നുള്ള സ്നേഹം കൊണ്ട്. അല്ലെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. നമ്മുടെ ദേഹിയെ സന്തോഷിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ പറയുകയാണ്, അങ്ങനല്ല ചെയ്യേണ്ടത്. സ്നേഹത്തിൽ സത്യം സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ദൈവവചനം സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലേലും ഐ ഡോണ്ട് വാണ്ട്. ശിശു പറയുന്നത് എനിക്ക് വേണ്ട, എനിക്കതൊന്നും വേണ്ട, എനിക്ക് ലോളിപോപ്പ് മതിയെന്നാ ശിശു എപ്പോഴും പറയുന്നത്. പക്ഷെ കുഴപ്പം എന്നാന്നറിയോ? ലോളിപോപ്പ് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശിശുവിനെ വഴിയെ പോകുന്ന ഒരു അങ്കിള് ഒരു കളറുള്ള മുട്ടായി കാണിച്ച് അതിന്റെ പുറകെയാകുമ്പോ വലിയ അപകടമാണ്. പിന്നെ അവൻ തീരും, തകർന്നു പോകും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാ ശിശുവിനോട് പറയുന്നത്, ഇപ്പൊ ലോളിപോപ്പ് അല്ല വേണ്ടത്, അത് നിനക്ക് ആവശ്യമുള്ളപ്പോ തരാം, പക്ഷെ ഇപ്പൊ അതല്ല വേണ്ടി. ഇപ്പൊ നിനക്ക് ബുദ്ധി വളർച്ച വേണം, നിനക്ക് ആരോഗ്യം വേണം, അതാ നിനക്ക് ആവശ്യം. എന്തുകൊണ്ടാ മാതാപിതാക്കൾ കൊടുക്കുന്നേ? സ്നേഹമുള്ളതുകൊണ്ടാ. സ്നേഹമുള്ളത് കൊണ്ടാ കൊടുക്കുന്നത്. സ്നേഹമുള്ളത് കൊണ്ടാ ഉപദേശം കൊടുക്കുന്നത്. നോക്കിയേ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് ഇൻസ്റ്റഗ്രാമും വാട്സാപ്പും ഫേസ്ബുക്കും ആണ് വേണ്ടത്. അവര് ചിന്തിക്കുന്ന അപ്പനും അമ്മയ്ക്കും ഞങ്ങളുടെ സന്തോഷത്തിൽ താല്പര്യമില്ലെന്ന് അവരുടെ ചിന്ത. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ സന്തോഷത്തിലുള്ള താല്പര്യമില്ലായ്മയല്ല വിഷയം ഇവിടെ. നിങ്ങൾക്ക് അത് ആപത്താന്ന് പ്രായമായ ഞങ്ങൾക്ക് അറിയാം, അതുകൊണ്ടാ പറയുന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. മാതാപിതാക്കൾ പ്ലീസ് സീ ടു ഇറ്റ്. 18 വയസ്സാകാത്ത ഒരു കുഞ്ഞിനും ഇൻസ്റ്റഗ്രാമോ വാട്സപ്പോ ഫേസ്ബുക്കോ നിങ്ങൾ അനുവദിക്കരുത്. അത് അപകടമാണ്. കാരണം ആ കുഞ്ഞിന് അറിയില്ല ഹൗ ടു ഹാൻഡിൽ ദാറ്റ്. അത് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഈ കുഞ്ഞെന്താ വിചാരിക്കുന്നത്? കുഞ്ഞ് വിചാരിക്കുന്ന അപ്പന് സ്നേഹമില്ലെന്ന്. അല്ല, സ്നേഹം ഉള്ളത് കൊണ്ടാ. കാരണം മറ്റോരെന്താ ചെയ്യുന്നത്? മറ്റോര് ചതിക്കുകയാണ്. ചതിയും വഞ്ചനയുമാ മറ്റോര്. ഏത്? ദുരുപദേശത്തിന്റെ കാറ്റ്. അത് ചതിയും വഞ്ചനയുമാണ്. എന്നാൽ ഇത് സ്നേഹമാണ്, അതുകൊണ്ടാ സത്യം പറയുന്നത്. ഇത് സ്നേഹമുള്ളത് കൊണ്ടാണ് ഈ സത്യങ്ങൾ ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് പറയുന്നത്. ഒരിക്കല് ഒരാൾ ചോദിച്ചാ, ഇയാൾക്ക് ഇതേ എന്നും പറയാനുള്ളൂ. അപ്പൊ ഞാൻ ഇടയ്ക്കൊന്ന് ചിന്തിച്ചെന്നാ പിന്നെ വേറെ ഇച്ചിരൂടെ ഒക്കെ പറയാം, എല്ലാവരും ഒന്ന് സന്തോഷിച്ചോട്ടെന്ന് തോന്നുന്നു. അപ്പൊ പിന്നെ ഞാൻ ചിന്തിച്ചപ്പോ അങ്ങനെ കർത്താവിനോട് ചോദിച്ചു, ഡു യു ലവ് ദം? നീ അവരെ സ്നേഹിക്കുന്നു? ഇല്ല. കാരണം നീ അവരെ സ്നേഹിക്കുന്നില്ല. ഇപ്പൊ നിനക്ക് നിന്റെ റേറ്റിംഗ് ആ വിഷയം. നീ നിന്നെയാ സ്നേഹിക്കുന്നത്, അവരുടെ അപ്രൂവലാണ് നിനക്ക് ഇഷ്ടം. അവര് നല്ലതാണെന്ന് പറയുന്നതാണ് നിനക്ക് താല്പര്യമെങ്കിൽ നീ അത് പറഞ്ഞു. നോ. നോക്കിയേ, ചതിയും വഞ്ചനയുമാണത്. ചതിയും വഞ്ചനയുമാണ്. എന്നാൽ സ്നേഹത്തിൽ സത്യം സംസാരിക്കുക. എന്തിന്? വളർച്ചയ്ക്ക് വേണ്ടി. എന്തിനാ ഈ കൃപാദാനങ്ങൾ സഭയിൽ? എന്തിനാ ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം ദാനം കൊടുത്തത്? മെച്യൂർ മാൻഹുഡിലേക്ക്, ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ അളവാകും, അതിലേക്ക് വരുവോളം. എന്നിട്ട് 16-ാം വാക്യം, അങ്ങനെ സ്നേഹത്തിൽ 15 സ്നേഹത്തിൽ അങ്ങനെ നിങ്ങൾ ഇനി ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. 16-ാം വാക്യം, ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ചു ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏതു സന്ധിയാലും സ്നേഹത്താലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച. ഈ വാക്യം വായിച്ചു നമ്മൾ ആരും ചിന്തിക്കരുത് പൗലോസ് ഹ്യൂമൻ അനാട്ടമി എഴുതിയേക്കുക. അല്ലല്ല, ഹ്യൂമൻ അനാട്ടമി ഒന്നുമല്ല അവിടുത്തെ വിഷയം, ശരീരഘടനയൊന്നുമല്ല. സിമ്പിൾ. ഓഫ് കോഴ്സ് ചിലപ്പം വൈദ്യനാകുന്ന ലൂക്കോസ് അടുത്തുണ്ടല്ലോ, അപ്പൊ അദ്ദേഹത്തോട് ചിലപ്പോൾ അഭിപ്രായം ചോദിച്ചു കാണും. പക്ഷെ അതൊന്നുമല്ല ഇവിടുത്തെ കാര്യം. ഇവിടെ പറഞ്ഞേക്കുന്നത് ആ സന്ധികളാൽ അന്യോന്യം ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ
ഞാൻ ആത്മീയവർദ്ധന പ്രാപിക്കുമ്പോൾ എന്റെ താല്പര്യം എന്താ? എന്റെ സഹോദരനും ആത്മീയവർദ്ധന പ്രാപിക്കും, എന്റെ സഹോദരി ആത്മീയവർദ്ധന, എന്റെ സഭയിലുള്ളവരെല്ലാം ആത്മീയവർദ്ധന, എന്റെ സഭയിലുള്ളവരെല്ലാം അനുഗ്രഹിക്കപ്പെടണം, ഞങ്ങളെല്ലാം ഒരുമിച്ച് വളരണം, അന്യോന്യം. ഞങ്ങൾക്ക് വിവിധ ദാനങ്ങളാ, വിവിധ കൃപകളാ, വിവിധ കൃപാവരങ്ങളാ. പക്ഷെ ഇതെല്ലാം തന്നേക്കുന്നത് എന്തിനാ? ഒന്നിച്ച് ഞങ്ങൾ വളരും. പ്രിയപ്പെട്ടവരെ, ഇതാ ദൈവസഭ. കർത്താവ് അതിനായി, ഇതൊരു ക്ലബൊന്നുമല്ല, ക്ലബിന്റെ ഐക്യതയൊന്നുമല്ല. ലയൺസ് ക്ലബ്ബുകാർക്ക് അവരുടെ ലയൺ ആയിരിക്കുന്നത് കൊണ്ട് അവരുടെ ഐക്യത, ലയൺ സ്വയം എന്നൊക്കെയാ പറയുന്നത്. ഇവിടെ അതല്ല. ഇവിടെ ക്രിസ്തുവിനോടുള്ളതാകുന്ന, ക്രിസ്തുവിനോടുള്ള പരിജ്ഞാനം, ക്രിസ്തുവിനോടുള്ള സ്നേഹം, ആ സ്നേഹത്തിൽ അതിങ്ങനെ സന്ധികൾ, ആ ഒരു ഓജസ്, ആ ഒരു ജീവൻ ഇങ്ങനെ ഒഴുകുകയാ. ദൈവത്തെ അങ്ങനെ ഒഴുകി ഒന്നിച്ചു വളരുകയാ. എത്ര അനുഗ്രഹിക്കപ്പെട്ടതാ ദൈവസഭയിലെ കർത്താവിന്റെ ശരീരമാകുന്ന സഭ. എത്ര അനുഗ്രഹിക്കപ്പെട്ടതാ! എന്തോ പ്രിവിലേജാ ദൈവം നമുക്ക് തന്നയില്ലേ? അതല്ലേ പാട്ടുകാരൻ പറയുന്ന, സ്വന്തം ജനമാകുന്ന യൂതന്മാരെ അന്ധതയിൽ ബഹുസന്താപത്തോടുഴന്ന പുറജാതി സന്തതിയെ വീണ്ടോണെ. ഹല്ലേലൂയ. ആ സ്വാഭാവിക കൊമ്പുകളെ അതൊടിഞ്ഞു പോയി, പക്ഷെങ്കിൽ അസ്വാഭാവികമായതിനെ എടുത്തങ്ങോട്ട് ചേർത്ത് ഒട്ടിച്ചു. ഇപ്പം ആ വേരിൽ നിന്ന് ആ ജീവൻ ഇങ്ങോട്ട് വരികയാ. എത്ര അനുഗ്രഹിക്കപ്പെട്ട പദവിയാ! എന്തോ അനുഗ്രഹമാണ് ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നത്. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.